എല്ലാ കൂട്ടുകാർക്കും സ്കോർ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിലെ റിവോൾട്ട്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഓൾറെഡി NTPC CBT1 ഗ്രാജുവേറ്റ് ലെവൽ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്നും എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ ഒരു ചോദ്യമെങ്കിലും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല NTPC എക്സാമിന്. അപ്പോൾ അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു റിവോൾട്ടുകളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ റിവോൾട്ട്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറിക്കഴിഞ്ഞു. ഇത്തവണത്തെ എക്സാം കഴിഞ്ഞപ്പോൾ NTPC എക്സാം കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി. റിവോൾട്ട്സ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്? ഇതൊരു സിംഗിൾ ടോപ്പിക് അല്ല. സിംഗിൾ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം, പക്ഷേ അതൊരു അംബ്രല്ല ടേമാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പല ടോപ്പിക്സ് ആയിട്ട് സബ് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ പെസന്റ് റിവോൾട്ടുകൾ അഥവാ കർഷക സമരങ്ങൾ, കർഷക വിപ്ലവങ്ങളാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നതാണ് ട്രൈബൽ ആൻഡ് സിവിൽ അപ്രൈസിങ്സ്. അപ്പോൾ ഗോത്ര സമുദായങ്ങൾ അവരുടെ ഈ റിവോൾട്ടുകൾ, അതുപോലെ തന്നെ സിവിൽ അപ്രൈസിങ് സാധാരണ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകൂടത്തിനെതിരെയും നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് 1857 റിവോൾട്ട്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. നാലാമത് മറ്റൊരു കാറ്റഗറി കൂടിയുണ്ട്. നമ്മുടെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് സമാന്തരമായി തന്നെ മുന്നോട്ട് പോയിരുന്ന ഏതാനും റെവല്യൂഷണറി ആക്ടിവിറ്റീസ്, വിപ്ലവകാരികൾ. നിങ്ങൾക്കറിയാവുന്നതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും ഗദർ പാർട്ടി ആണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ റെവല്യൂഷണറി ഐഡിയോളജി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള കുറേ വിപ്ലവ ചിന്താധാരകൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലെ വിപ്ലവങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ആ ഒരു അംബ്രല്ല ടേമിനെ ഈ രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇതിന് ഓരോന്നിനെ ഓരോ ഭാഗങ്ങളിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിലെ ഏറ്റവും ഒന്നാമത്തെ ടോപ്പിക്സ് ആണ് പെസന്റ് റിവോൾട്ട്. ഇന്ത്യയിൽ മോഡേൺ ഇന്ത്യൻ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള 10ഓളം വരുന്ന കാർഷിക സമരങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്നത്തെ സെഷൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, പെസന്റ് റിവോൾട്ട്സ് ആണ്. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എക്സ്ട്രാ പോയിന്റ്സ്, സ്കോർ പോയിന്റ്സും കൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു വിപ്ലവം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു റിവോൾട്ട് എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത്? നോർമലി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു വിപ്ലവം എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കർഷക സമരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1857 റിവോൾട്ട് ഉണ്ട്, അതുണ്ടെങ്കിൽ സിവിൽ ആൻഡ് ട്രൈബൽ അപ്രൈസിങ്സ് ഉണ്ട്, അതല്ലെങ്കിൽ റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം വിപ്ലവങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിപ്ലവം എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ അതിനകത്ത് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം? ഒന്ന്, ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ടൈം ആൻഡ് പ്ലേസ് ആണ്. ഈ വിപ്ലവം നടന്നിട്ടുള്ള സമയം എവിടെയാണ്, അതിൻ്റെ സ്ഥലം എന്താണ് എന്നുള്ളത്. രണ്ട്, ഇതിന്റെ കാരണം എന്താണ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റീസൺ എന്താണെന്നുള്ളത്. മൂന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ, പീപ്പിൾ റിലേറ്റഡ് ആരൊക്കെയാണെന്നുള്ളത്. നാല്, മറ്റെന്തെങ്കിലും റിമാർക്കുകൾ നിങ്ങൾ ഈ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് അതർ റിമാർക്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു റിവോൾട്ട്, ഒരു പെസന്റ് റിവോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പെസന്റ് റിവോൾട്ടിനകത്തുള്ള അത് നടന്നിട്ടുള്ള സമയം, അതിൻ്റെ സ്ഥലം, അതിൻ്റെ കാരണങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റ് എന്തെങ്കിലും ഒരു നിയമം, ആ റിവോൾട്ടിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് കമ്പനി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റെന്തെങ്കിലും അനുബന്ധ ഫാക്ടുകൾ ഉണ്ടെങ്കിൽ അതെന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. എപ്പോഴും ഞാൻ നമ്മുടെ ക്ലാസ്സിനകത്ത് കുട്ടികളെടുത്ത് പറയുന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇത് ഓർത്തിരിക്കാൻ പാടാണ്, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്, ഇതിനെ നമുക്ക് ഇതെങ്ങനെയാണ് പഠിച്ചെടുക്കുക എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി ആ കഷ്ണങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് അതിനെ ആകെത്തുക ഒരു കഥയാക്കി മാറ്റാനായിട്ട് നോക്കുക. നമുക്ക് ഒരു വിപ്ലവത്തെ പറ്റി അറിയുമ്പോൾ ഒരു വിപ്ലവത്തിന് ഒരു കഥയായിട്ട്, ഇപ്പൊ ചരിത്രം എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഒരു കഥയാണ് ബേസിക്കലി, അല്ലെ? പലരായിട്ടും പല കാലങ്ങളിൽ എഴുതപ്പെട്ട, തിരുത്തപ്പെട്ട ഒരു കഥയാണ് നമ്മൾ പഠിക്കുന്നത്, പല പുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്നത്, അല്ലെ? അപ്പോൾ ചരിത്രത്തിലെ ഒരു ഇൻസിഡന്റിനെ നിങ്ങൾ റീകളക്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ പഠിക്കുമ്പോൾ, ഒരു ചരിത്ര വിദ്യാർത്ഥികളുടെ നിലയിൽ നിങ്ങൾ എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത്? ഈ ചരിത്രം അല്ലെങ്കിൽ ഈ കഥ നടക്കുന്ന സമയം, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ സ്ഥലം, അത് അത്രയും ആണ് ടൈം ആൻഡ് പ്ലേസ് എന്നുള്ളത്. പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ കാരണം, ഇത്തരത്തിലൊരു ഇൻസിഡന്റ് അവിടെ പൊട്ടിപ്പുറപ്പെടാനുണ്ടായിട്ടുള്ള അന്നത്തെ സാമൂഹിക വ്യവസ്ഥ എന്താണ്, അന്നത്തെ സമ്പദ് വ്യവസ്ഥ എന്താണ്,
അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്, ഇത് മൂന്നും മനസ്സിലാക്കി വെക്കുക. അതിൽ ഉയർന്നു വന്നിട്ടുള്ള നേതൃത്വം നേരം ആരൊക്കെയായിരുന്നു, അതിലെ നേതാക്കന്മാരായിരിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ആഫ്റ്റർ മാത്ത്, ഇത്തരത്തിലൊരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം സംഭവിച്ച എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അതർ റിമാർക്സ് എന്നുള്ള കാറ്റഗറിയിൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതെല്ലാം കൂടെ വായിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥ വളരെ വ്യക്തമായി. ഇതാണ് നമ്മളിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പെസന്റ് റിവോൾട്ട് എന്ന് പറയുന്ന നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ഭാഗത്തെ ഞാൻ അഗെയിൻ 3 കഷ്ണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലല്ല, ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1857 ശിപ്പായി ലഹളയ്ക്ക് മുന്നേ ഉള്ള ഒരു സംഭവമാണ്. അതായത് കമ്പനി ഭരണത്തിന്റെ സമയത്ത് ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾ. അതിലെ പേരെടുത്ത് പറയാൻ മാത്രം ഉള്ള ഒരു കാർഷിക സമരം ഒന്നേ ഉള്ളൂ. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ളൂ. ഒട്ടനവധി വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പേരെടുത്ത് പഠിക്കാൻ മാത്രം ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വിപ്ലവമേ 1857 മുന്നേ കർഷക സമരമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളൂ. സിവിൽ അപ്രൈസിങ്സും ട്രൈബൽ അപ്രൈസിങ്സും ഒക്കെ ഒരുപാടുണ്ട് 1857 മുന്നേ. പക്ഷേ നമ്മളൊരു പെസന്റ് റിവോൾട്ട് എന്നുള്ള നിലയിൽ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലും ഒരു വിപ്ലവമാണ് പ്രധാനമായിട്ട് ആ സമയത്ത് പഠിക്കുന്നത്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം ഒട്ടനവധി വിപ്ലവങ്ങളുണ്ട്. അതും കഴിഞ്ഞ് 1857 1885 കോൺഗ്രസ് രൂപീകരണത്തിന്റെ സമയത്തിനിടയിലായിട്ട് ഒരുപാട് വിപ്ലവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കർഷക സമരങ്ങൾ. അതിന് കാരണമുണ്ട്. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ 1857 ശിപ്പായി ലഹളയിലൂടെ നമുക്ക് ഇവിടെ നിന്ന് കമ്പനി ഭരണം അവസാനിപ്പിക്കാനും ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഭരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നവർ ഈ പറയുന്ന പോലെ അമാനുഷികരല്ല എന്നും അവരുടെ കൂടെ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നലൊക്കെ അന്നത് സാധാരണ ജനങ്ങളുടെ ഇടയിലും കർഷകരുടെ ഇടയിലൊക്കെ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാലയളവിൽ ധാരാളം വിപ്ലവങ്ങൾ നടക്കുന്നത്. അതിനുശേഷം കോൺഗ്രസ് ഒക്കെ രൂപീകരിച്ചതിന് ശേഷം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കർഷക സമരങ്ങളെക്കാൾ ഉപരി കർഷക പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതാണ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. കിസാൻ സഭകളും കർഷക സംഘങ്ങളെല്ലാം നാടെമ്പാടും രൂപീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കാർഷിക സമരങ്ങളെ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള പെസന്റ് റിവോൾട്ടുകളെ നമുക്ക് 3 കഷ്ണങ്ങളായിട്ട് 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഇനി ഇതിൽ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിനു മുന്നേ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് NCERT കൊടുത്തിട്ടുള്ള ഒരു ടൈം ലൈൻ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന റിവോൾട്ടുകളുടെ എണ്ണമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. രംഗ്പൂർ അപ്രൈസിംഗ് തൊട്ട് തെലങ്കാന മൂവ്മെന്റ് വരെ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഈ രീതിയിലാണ് നമ്മൾ ഇത്രയും 11 റിവോൾട്ടുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. രംഗ്പൂർ അപ്രൈസിംഗ്, ഇൻഡിഗോ, പാബ്ന, ഡെക്കാൻ, റാമോസി, UP കിസാൻ സഭ, ഏക മൂവ്മെന്റ്, ബർദോളി സത്യാഗ്രഹ, ഓൾ ഇന്ത്യ കിസാൻ സഭ, തേബാഗ മൂവ്മെന്റ്, തെലങ്കാന മൂവ്മെന്റ്. ഇതല്ലാതെയും നമുക്ക് കർഷക സമരങ്ങളെ പറയാനായിട്ട് പറ്റും. അപ്പോൾ പക്ഷേ ഇതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അല്ലാത്തത് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഒരുപാട് ലേഖനങ്ങൾ നമ്മുടെ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളിലൊക്കെ കൊടുത്തിട്ടുള്ള വിപ്ലവങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഒട്ടുമിക്ക സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ, അതിപ്പം NCERT ആയിക്കോട്ടെ, ഒരു പടി കൂടെ മുകളിൽ കടന്നുകൊണ്ട് നമ്മുടെ BA ഹിസ്റ്ററിയുടെ MA ഹിസ്റ്ററിയുടെ നിങ്ങൾ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പോപ്പുലർ റിവോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള റിവോൾട്ടുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ റിസർച്ച് ബേസിസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒട്ടനവധി റിവോൾട്ടുകൾ പറയാം. മാപ്പിളക്കലാപം, നമ്മുടെ മലബാറിൽ നടന്നിട്ടുള്ള മാപ്പിളക്കലാപത്തിന് എക്സാമ്പിളാണ്. പുന്നപ്ര വയലാർ സമരത്തെ പലരും സിവിൽ അപ്രൈസിംഗ് ആയിട്ടും ഈ പറഞ്ഞ പോലെ കർഷക സമരമായിട്ടൊക്കെ കൂട്ടി വായിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് സമരങ്ങളെ നമുക്ക് റീജിയണൽ ബേസിസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചുരുങ്ങിയത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കർഷക സമരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 11 എണ്ണമെങ്കിലും പഠിച്ചു പോകാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്തെ ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം, അത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണിത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നികുതി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അതിൽ 3 സിസ്റ്റങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഒന്ന് ജമീന്ദാരി സിസ്റ്റം, മറ്റൊന്ന് റയട്ട് വാരി സിസ്റ്റം, മൂന്നാമത്തെ മഹൽ വാരി സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ ഇവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബീഹാർ, ഒഡീഷ, UP, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് ഇത്രയും ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് 1793 ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ സമയത്ത് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് എന്ത് ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ലാൻഡ് റവന്യൂ അഥവാ ഭൂനികുതി കളക്ട് ചെയ്തിരുന്നത് ഇന്റർമീഡിയേറ്ററീസ് ആയിരുന്നു. ഇന്റർമീഡിയേറ്ററീസ് ആരാണ്? ജമീന്ദാരുകൾ എന്നാണ് അവർ വിളിക്കുന്നത്. ഈ ജമീന്ദാരുകളാണ് കർഷകരുടെ കയ്യിൽ നിന്നും അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ നികുതി കളക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇത് പ്രിവേലന്റ് ആയിരുന്ന സ്ഥലം ഏതാണ്? വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, UP, ആന്ധ്രാപ്രദേശ് ആൻഡ് മധ്യപ്രദേശ്. ഇനി ജമീന്ദാരികളുടെ അടുത്ത് പറയുന്നത് എന്താണ്?
നിങ്ങൾ ആനുവലി കളക്ട് ചെയ്യുന്ന റവന്യൂവിൻ്റെ 89% ആർക്ക് കൊടുക്കണം? സ്റ്റേറ്റിന് അഥവാ കമ്പനിക്ക് കൊടുക്കണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കണം. ബാക്കി 11% അവരുടെ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കർഷകൻ, ആ കർഷകൻ എന്ത് ചെയ്യുന്നു? ഒരു ഭൂമിയിൽ, അവൻ്റെ സ്വന്തമായിട്ടുള്ള ഭൂമിയല്ല, ഒരു ജന്മിയുടെ കീഴിലുള്ള ഭൂമി, ആ ജന്മി എന്ത് ചെയ്യുന്നു? കർഷകന് ആ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നു. ആ പാട്ടത്തിന് കൊടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവിടെ കൃഷി ഇറക്കുന്നു. ഈ കൃഷി ഇറക്കുന്ന കർഷകൻ അവന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു വലിയ എമൗണ്ട് എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. ആ ടാക്സ് കളക്ട് ചെയ്യുന്ന ആരാണ്? ടാക്സ് കളക്ട് ചെയ്യുന്നത് കമ്പനിയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. കാരണം ഇത് ബംഗാൾ ആ സമയമായപ്പോഴേക്കും കമ്പനിയുടെ കീഴിലായിരുന്നു. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടാക്സ് കളക്ട് ചെയ്യുന്നത് നേരിട്ടല്ല, പകരം ആരെ ഏൽപ്പിക്കുന്നു? ഒരു ജമീന്ദാർ അല്ലെങ്കിൽ ജന്മി ഏൽപ്പിക്കുന്നു. ജന്മി പോയിട്ട് 100 രൂപയാണ് കർഷകരുടെ ഇത് ടാക്സ് വാങ്ങിക്കുന്നതെങ്കിൽ 89 രൂപ കമ്പനിക്ക് കൊടുക്കുന്നു. 11 രൂപ ആര് കൈപ്പറ്റുന്നു? 11 രൂപ ഈ പറയുന്ന ജമീന്ദാർ അല്ലെങ്കിൽ ജന്മി കൈപ്പറ്റുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 11 രൂപ എന്ന് പറയുന്നത് 11%. ഈ 11% എന്ന് പറയുന്നത് ഇയാളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ കർഷകരുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ പിരിക്കാനായിട്ട് ജന്മികൾ നിർബന്ധിതരാകുന്നു. ഇനി ജന്മിക്ക് സൺസെറ്റ് ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമമുണ്ട്. സൺസെറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലിശ അല്ലെങ്കിൽ ഈ പൈസ കൃത്യമായിട്ട് അടയ്ക്കേണ്ട, കമ്പനിയുടെ മുൻപാകെ ജന്മി കൊണ്ട് അടയ്ക്കേണ്ട അല്ലെങ്കിൽ ജമീന്ദാർ കൊണ്ട് അടയ്ക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ജന്മിക്ക് എത്ര ഭൂമിയാണോ കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ജമീന്ദാർക്ക് എത്ര ഭൂമിയാണോ കളക്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സ്ഥലത്ത് നിന്നാണ് കളക്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്, ആ ഭൂമി ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കും. അല്ലെങ്കിൽ ഇയാൾ അതിൻ്റെ അധികാരത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ആ പ്രോപ്പർട്ടീനെ ഓപ്ഷന് വെച്ച് അടുത്ത ഒരു ജമീന്ദാർക്ക് അത് കൊടുക്കും. അപ്പോൾ ജമീന്ദാരുകളും ഇവിടെ പ്രശ്നത്തിലാണ്, കർഷകർ അതിലേറെ പ്രശ്നത്തിലാണ്. ഇത് നിയമം നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനം നിലവിൽ വന്നത് 1793 ലോർഡ് കോൺവാലിസിന്റെ സമയത്താണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ഒരു സംവിധാനമാണ് റയറ്റ് വാരി സംവിധാനം എന്ന് പറയുന്നത്. ഇത് ക്യാപ്റ്റൻ അലക്സാണ്ടർ റീഡും അതുപോലെ തന്നെ സർ തോമസ് മൺറോയും കൂടെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? തോമസ് മൺറോയും കൂടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ക്യാപ്റ്റൻ അലക്സാണ്ടർ റീഡും അതുപോലെ തന്നെ സർ തോമസ് മൺറോയും കൂടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത്? റയറ്റ് വാരി എന്ന് പറയുന്നത്. തോമസ് മൺറോ എന്ന് പറയുന്ന ഈ വ്യക്തി മദ്രാസിന്റെ ഗവർണർ ആയിട്ടിരുന്നിരുന്ന കാലഘട്ടമാണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തത്. 1819 മുതൽ 1826 വരെ അദ്ദേഹം മദ്രാസിന്റെ ഗവർണർ ആയിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന റയറ്റ് വാരി സംവിധാനം എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ ലാൻഡ് റവന്യൂ അഥവാ ഭൂനികുതി പെയ്ഡ് ബൈ ദ ഫാമേഴ്സ് ഡയറക്ട്ലി ടു ദ സ്റ്റേറ്റ്. കർഷകർ നേരിട്ടാണ് ഇവിടെ സ്റ്റേറ്റിന് ടാക്സ് അടയ്ക്കുന്ന ഒരു അവസ്ഥ വന്നിരുന്നത്. ഇറ്റ് വാസ് പ്രിവെയിലന്റ് ഇൻ മോസ്റ്റ് ഓഫ് സദേൺ ഇന്ത്യ. ഫസ്റ്റ് എവിടെയാണ് വന്നത്? തമിഴ്നാട്ടിൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തോമസ് മൺട്രോ എവിടുത്തെ ഗവർണർ ആയിരുന്നു എന്ന് പറഞ്ഞ മദ്രാസിന്റെ. അപ്പോൾ അദ്ദേഹം ഗവർണർ ആയിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് റയറ്റ് വാരി സംവിധാനം എന്ന് പറയുന്നത്. ലേറ്റർ ഇതിനെ ഡെക്കാൻ ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. മഹാരാഷ്ട്രയിലും ബേരാറിലും ഈസ്റ്റ് പഞ്ചാബിലും കൂർഗിലും പിന്നെ ആസാമിലും ഒക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു കൈൻഡ് ഓഫ് ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് മഹൽ വാരി സിസ്റ്റം എന്ന് പറയുന്നത്. 1822 പോൾ മെക്കൻസി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് എവിടെയാണ് നിലവിലുണ്ടായിരുന്നത്? നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ് ഓഫ് ദ ബംഗാൾ പ്രസിഡൻസി, അതായത് ഇന്ന് കാണുന്ന ഉത്തർപ്രദേശിൽ അത് ആണ് പ്രധാനമായിട്ടും ഈ പറയുന്ന മഹൽ വാരി സിസ്റ്റം. അത് ഉത്തർപ്രദേശിന്റെ വെസ്റ്റേൺ യു പി എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന ഏരിയയിലാണ് പ്രധാനമായിട്ടും അന്ന് ആ സിസ്റ്റം നിലവിലുണ്ടായിരുന്നത്. ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിരുന്നത് ജന്മിയല്ല. ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിരുന്നത് നേരിട്ട് കർഷകരുടെ കയ്യിൽ നിന്നല്ല, നേരെ മറിച്ച് വില്ലേജ് ഹെഡ്മാൻ. മഹൽ എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ്, ഒരു ഗ്രാമം എന്ന അർത്ഥമാണ്. ആ വില്ലേജിന്റെ മൂപ്പൻ അല്ലെങ്കിൽ അതിന്റെ ഹെഡ്മാൻ ആരാണ്, അയാളുടെ കയ്യിൽ നിന്നാണ് എന്ത് കളക്ട് ചെയ്തിരുന്നത്? ഈ പറയുന്ന റവന്യൂ കളക്ട് ചെയ്തിരുന്നത്. ഇത് പോപ്പുലറൈസ് ചെയ്തത് പിന്നീട് വന്ന ലോർഡ് വില്യം ബെന്റിക് ആണ്. ലോർഡ് വില്യം ബെന്റിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹമാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിനെ ആഗ്രയിലും അവധിലും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ലേറ്റർ ഇത് മധ്യപ്രദേശിലേക്കും പിന്നീട് പഞ്ചാബിലേക്കും ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു 3 സംവിധാനങ്ങളാണ് ആ കാലഘട്ടത്തിൽ കൊളോണിയൽ റൂളിന്റെ കീഴിൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഭൂനികുതി സംവിധാനം എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ഇതിന്റെ പുറത്ത് ബുദ്ധിമുട്ടിയത് തന്നെയാണ് കർഷകർ തന്നെയാണ്. കർഷകർ അനുഭവിച്ച ഈ ഒരു പ്രശ്നത്തിൽ നിന്നാണ് കർഷക സമരങ്ങൾ, കർഷക വിപ്ലവങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി NCERTയിലെ കർഷക വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടൈം ലൈൻ കൊടുത്ത് നമുക്കത് നോക്കാം. 1765 ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു? ദിവാനി ഓഫ് ബംഗാൾ കിട്ടുന്നു. നമുക്കറിയാവുന്നതാണ്. ആ ട്രീറ്റിയുടെ പേരെന്താണ്? ട്രീറ്റി ഓഫ് അലഹാബാദ്. അലഹാബാദ് ട്രീറ്റി അല്ലെ? ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം 1764 ബക്സർ യുദ്ധത്തിന് ശേഷം 1765 ട്രീറ്റി ഓഫ് അലഹാബാദ് ഒപ്പുവെക്കുന്നതിലൂടെ
ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൻ്റെയും അതുപോലെ തന്നെ ആ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളുടെയൊക്കെ ദിവാനി റൈറ്റ്, അതായത് റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം കിട്ടുന്നു. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് എന്തിനു വേണ്ടി? കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. 1793 പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കൊണ്ടുവരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ആരുടെ സമയത്താണ് കൊണ്ടുവന്നത്? കോൺവാലിസ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ കൂടെ ഡിസ്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത്? പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1800കളിൽ സന്താൾ എന്ന് പറയുന്ന വിഭാഗക്കാർ രാജ്മഹൽ ഹിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ വന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. നമ്മൾ പോകെ പോകെ പഠിക്കും. 1818 ഫസ്റ്റ് റവന്യൂ സെറ്റിൽമെന്റ് ഇൻ ദ ബോംബെ ആൻഡ് ഡെക്കാൻ. ഡെക്കാനിലും ബോംബെയിലുമായിട്ട് ഏറ്റവും ആദ്യത്തെ റവന്യൂ സെറ്റിൽമെന്റ് വരുന്നു. 1820കളിൽ അഗ്രികൾച്ചറൽ പ്രൈസസ് ബിഗിൻ ടു ഫോൾ. 1840 മുതൽ 50 വരെയുള്ള കാര്യങ്ങളിൽ അഗ്രീറിയൻ എക്സ്പാൻഷൻ ബോംബെയിലും ഡെക്കാനിലും നടക്കുന്നു. 1855-56 കാലഘട്ടങ്ങളിൽ സന്താൾ റിബല്യൻ നടക്കുന്നു. 1861 കോട്ടൺ ബൂം ബിഗിൻസ്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സിവിൽ വാർ നടക്കുകയാണ്. 1860കളിൽ അമേരിക്കയിൽ സിവിൽ വാർ നടക്കുകയാണ്. അമേരിക്കൻ സിവിൽ വാറിന്റെ ഭാഗമായിട്ട് ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ കോട്ടൺ എക്സ്പോർട്ട് ചെയ്തിരുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയിൽ സിവിൽ വാർ വരുന്നതിന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നിന്നുള്ള കോട്ടൺ എക്സ്പോർട്സ് എന്ത് ചെയ്യുന്നു? ഇല്ലാതാവുന്നു. അമേരിക്കയിൽ നിന്നും ഈ പറയുന്ന പോലെ ഇറക്കുമതി ചെയ്തിരുന്ന കോട്ടനെ ബേസ് ചെയ്തിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന നഗരം എന്ത് ചെയ്തിരുന്നത്? അത് ഫ്ലറിഷ് ചെയ്തിരുന്നത്. അപ്പോൾ ആ നഗരത്തിലേക്ക് പിന്നീട് കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയൽ എത്താണ്ടാവുമ്പോൾ അവർ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഴ്സ് നോക്കുകയാണ്. അതാ കിടക്കുന്ന ഇന്ത്യയിലെ ഡെക്കാനിൽ ബ്ലാക്ക് സോയിൽ ഉണ്ട്. ബ്ലാക്ക് സോയിൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ വളരെയധികം നല്ല ഒരു മണ്ണാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അങ്ങോട്ട് അവരുടെ ശ്രദ്ധയെ മാറ്റുന്നു. ഇന്ത്യയിലുള്ള കർഷകരുടെ അടുത്ത്, ബോംബെയിലെയും ഡെക്കാനിലെയും കർഷകരുടെ അടുത്ത് നിർബന്ധിതമായിട്ട് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? കോട്ടൺ ബൂം തുടങ്ങുന്നു. എന്നാൽ പിന്നീട് എന്ത് ചെയ്യുന്നു? അമേരിക്കയിലെ സിവിൽ വാറൊക്കെ അവസാനിച്ച് കഴിയുമ്പോൾ ബ്രിട്ടൻ തിരിച്ച് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കോട്ടൺ കൾട്ടിവേഷന് വേണ്ടി കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും കാശും വാങ്ങിച്ച് കൃഷി ഇറക്കാൻ പോയിട്ടുള്ള കർഷകർ എന്ത് ചെയ്യുന്നു? കടബാധ്യതയിൽ മുങ്ങുന്നു. അവരെന്ത് ചെയ്യുന്നു? അന്നത്തെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെതിരായിട്ടും മറ്റ് സർക്കാരുകൾക്കെതിരായിട്ടും സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്നു. അപ്പോൾ ബോംബെയിലെയും ഡെക്കാനിലെയും പൊതുവെ ഡെക്കാൻ റൈറ്റ് എന്നാണ് അതിനെ അറിയപ്പെട്ടിരുന്നത്. എന്താ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഡെക്കാനിൽ കർഷക സമരങ്ങൾ ഉണ്ടായിരുന്നു. ആ സമരത്തിന്റെ കാരണം ഈ പറയുന്ന കോട്ടൺ ബൂമായിരുന്നു. അതിന് കാരണം എന്തായിരുന്നു? അമേരിക്കൻ സിവിൽ വാർ ആയിരുന്നു. 1875 റയറ്റ്സ് ഇൻ ഡെക്കാൻ വില്ലേജ് റിബൽ. ഞാൻ നേരത്തെ പറഞ്ഞ ഡെക്കാൻ റയറ്റ്സ് നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈം ലൈൻസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഓരോ റിവോൾട്ടുകളായിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 1857 മുന്നേ ഉള്ള റിവോൾട്ടാണ്. ഏതാണ് റിവോൾട്ട്? രംഗ്പൂർ അപ്രൈസിംഗ് എന്ന് വിളിക്കുന്ന റിവോൾട്ട്. രംഗ്പൂർ അപ്രൈസിംഗ് ഇത് എവിടെയാണ് നടക്കുന്നത്? ബംഗാളിലാണ്. ഏത് വർഷമാണ്? 1783. അപ്പോൾ രംഗ്പൂർ അപ്രൈസിംഗ് എന്ന് പറയുന്നത് 1783 നടക്കുന്ന വിപ്ലവമാണ്. ബംഗാളിലാണ് നടക്കുന്നത്. ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം? അവിടെ ഉണ്ടായിരുന്ന ഇജർദാരി സിസ്റ്റം അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്തിരുന്നത്. ഇജർദാർസ് were revenue farmers or contractors in the 18th century India, particularly in the Mughals and later British period. ഇപ്പോൾ മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് ശേഷമാണല്ലോ നമുക്കറിയാം 1783 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്സർ യുദ്ധമൊക്കെ കഴിഞ്ഞ ഒരു കമ്പനി ഭരണം ബംഗാൾ കേന്ദ്രീകരിച്ച് അങ്ങ് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റവന്യൂ സിസ്റ്റത്തിനെതിരെ ആയിട്ടാണ് കർഷകർ രംഗ്പൂരിൽ അപ്രൈസിംഗ് നടത്തുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് ധീരജ് നാരായണ എന്ന് പറയുന്ന ഒരു ലീഡർ. ധീരജ് നാരായണ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഓർത്തിരിക്കുക. വേറെയും അവിടെ കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. ദേവ് സിംഗ് എന്ന് പറയുന്ന ഒരു ജന്മിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. ദേവ് സിംഗ് എന്ന് പറയുന്ന ഒരു ജന്മി അങ്ങേയറ്റം ബ്രൂട്ടലും ആൻഡ് ക്രൂവൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ ആ നാട്ടിൽ നിന്ന് തുരത്തുന്നുണ്ട്. ധീരജ് നാരായണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തങ്ങളുടെ ലീഡറായിട്ട് അവരോധിക്കുന്നു? കർഷകർ അവരോധിക്കുന്നു. അവരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ജന്മിമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഇനീഷ്യൽ സ്റ്റേജിൽ പീസ്ഫുൾ ആയിട്ടുള്ള റിവോൾട്ട് ആണെന്നുണ്ടെങ്കിലും ക്രമസമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു? പട്ടാളത്തെ ഇറക്കുകയും ഈ സമരത്തെ അടച്ച് ഈ പറഞ്ഞ പോലെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കമ്മീഷനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്മീഷൻ ഈ പറയുന്ന റിവോൾട്ടിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അതിന്റെ കാരണങ്ങളിൽ നിന്ന് വ്യക്തമായത് ദേവ് സിംഗ് എന്ന് പറയുന്ന ജന്മിയും അദ്ദേഹത്തിന്റെ കൂടെ റവന്യൂ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സ് നടത്തിയിട്ടുള്ള കൊള്ളരുതായ്മകളാണ് കർഷകർ ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് എന്നാണ് അതിന്റെ പ്രാഥമിക റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. ആ റിപ്പോർട്ട് പിന്നീട് കമ്പനി മുക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ച അദ്ദേഹത്തെ പിന്നീട് ഇവർ ക്രൂശിക്കുന്നുമുണ്ട്.
അപ്പോൾ ആ രീതിയിലുള്ള കുറേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ടത് രംഗ്പൂർ അപ്രൈസിംഗ് എന്ന് പറയുന്നത് ബംഗാളിലാണ്. അവിടുത്തെ നിലനിന്നിരുന്ന ഈ ജന്മി സമ്പ്രദായത്തിനെതിരെ കർഷകർ എന്ത് ചെയ്യുന്നു, ഒന്നടങ്കമായിട്ട് പ്രതിഷേധിക്കുന്നു. ധീരജ് നാരായണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവരുടെ ലീഡറായിട്ട് അവർ അവരോധിക്കുന്നു. ഈ സമരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തന്ത്രമൊന്നും അവിടെ പയറ്റിയിരുന്നില്ല. അല്ലെങ്കിൽ ആ സമയത്തൊന്നും അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടായിരുന്നില്ല. ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് റിവോൾട്ട് എന്ന് പറയുന്നത് വയലന്റ് ഇൻ നേച്ചർ ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതാണ് പ്രധാനപ്പെട്ട 1857 മുന്നേ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിവോൾട്ട് ഇതാണ്. ഇനി അതിനുശേഷം ആഫ്റ്റർ 1857 നടക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കർഷക സമരം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിഗോ റിവോൾട്ട് ആണ്. അത് നടക്കുന്നത് ബംഗാളിൽ തന്നെയാണ്. 1859 അത് നടക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? തിങ്കത്തിയ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ബംഗാളിൽ നിലനിന്നിരുന്നു. തിങ്കത്തിയ സിസ്റ്റം എന്താണ്? തിങ്കത്തിയ സിസ്റ്റം എന്ന് പറയുന്ന അവരുടെ ഭൂമിയിൽ 20 ഭാഗങ്ങളിൽ 3 ഭാഗത്തെങ്കിലും ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കർഷകരെ കൊണ്ട്, ഈ ഇൻഡിഗോ എന്ന് പറയുന്നത് ഒരു ഡൈ ആണ്, ആ ഡൈ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് കർഷകരെ പ്രേരിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. മാത്രമല്ല സന്താൾ റിബല്യൺ എന്ന് പറയുന്ന ആ സമയത്തുണ്ടായിരുന്ന ഒരു ഗോത്ര സമുദായത്തിന്റെ ഒരു ട്രൈബൽ റിവോൾട്ടും അതുപോലെ തന്നെ 1857 റിവോൾട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡിഗോ റിവോൾട്ടിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 ലീഡേഴ്സാണ് ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ് എന്ന് പറയുന്ന 2 പേര്. ഇനി ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 പുസ്തകങ്ങളാണ്. ഒന്ന് നീൽ ദർപ്പൺ എന്ന് പറയുന്ന പ്ലേ, ഇത് ആരെഴുതിയതാണ്? ദീനബന്ധു മിത്ര എഴുതിയിട്ടുള്ള നീൽ ദർപ്പൺ എന്ന് പറയുന്ന പ്ലേ. ആൻഡ് ഹിന്ദു പാട്രിയോട്ട് എന്ന് പറയുന്ന പുസ്തകം, അല്ലെങ്കിൽ ആ ഒരു പുസ്തകം എന്ന് ഓർത്തിരിക്കുക, ഹരീഷ് ചന്ദ്ര മുഖർജിയാണ് അതിന്റെ ഓതർ എന്ന് പറയുന്നത്. ഇനി കണ്ടംപററി ന്യൂസ് പേപ്പേഴ്സ് ആയിട്ടുള്ള ബംഗാളി എല്ലാം തന്നെ ഈ പറയുന്ന ഇൻഡിഗോ റിവോൾട്ടിന് കാര്യമായിട്ടുള്ള രീതിയിൽ കവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് കൂടെ അവിടെ ഓർത്തിരിക്കുക. ദിഗംബർ വിശ്വാസ് എന്ന് പറയുന്ന, വിഷ്ണു വിശ്വാസ് എന്ന് പറയുന്ന 2 ലീഡേഴ്സ് ഉണ്ടായിരുന്നു. നീൽ ദർപ്പൺ എന്ന് പറയുന്ന ഒരു നാടകം, ഒരു പ്ലേ എഴുതിയിട്ടുണ്ടായിരുന്നു. ദീനബന്ധു മിത്രയാണ് അതിന് ആ പ്ലേ എഴുതിയ ഓതർ എന്ന് പറയുന്നത്. ഹിന്ദു പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ഹരീഷ് ചന്ദ്ര മുഖർജി ഈ പറയുന്ന ഇൻഡിഗോ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരാമർശിക്കുന്നു. ബംഗാളി എന്ന് പറയുന്ന അന്നത്തെ പത്രത്തിനകത്തും ഈ പറയുന്ന പോലെ ഇൻഡിഗോ റിവോൾട്ടിന് വേണ്ടത്ര ഒരു കവറേജ് ലഭിക്കുന്നുണ്ട്. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമരത്തെ അടിച്ചമർത്തുന്നുണ്ട്. സമരം അടിച്ചമർത്തിയതിനു ശേഷം ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ വെക്കുന്നു. ആ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടിരുന്നത് ആരാണ്? WS സെറ്റൻകാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത് മുന്നേ NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. WS സെറ്റൻകാർ ആരാണ് ഇൻഡിഗോ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടിരുന്നത് എന്ന്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇൻഡിഗോ ആക്ട് പാസ്സാക്കുന്നു. ഏത് വർഷം? 1862. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നു. തോന്നിയ പോലെ കർഷകരുടെ മുകളിൽ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അതിനകത്ത് വ്യക്തമാക്കുന്നു. കർഷകർക്ക് താൽക്കാലിക ആശ്വാസം കിട്ടുന്നു. അപ്പോൾ അതാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒറ്റയടിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1859 ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമരമാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. സമരത്തിന് കാരണമായത് കർഷകരുടെ മുകളിൽ തിങ്കത്തിയ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സമരത്തിന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് തൊട്ട് മുന്നേ 1859 നമ്മൾ വന്ന് നിൽക്കുന്നത്. തൊട്ട് മുന്നേ നടന്നിട്ടുള്ള സിപ്പായി ലഹളയും അതിന് മുന്നേ നടന്നിട്ടുള്ള സന്താൾ റിബല്യണും 1859 ഈ വിപ്ലവത്തെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ 2 പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത് ദിഗംബർ വിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ് ആണ്. നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിലൂടെ ദീനബന്ധു മിത്രയും, ഹിന്ദു പാട്രിയോട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഹരീഷ് ചന്ദ്ര മുഖർജിയും, ദ ബംഗാളി എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിലൂടെയും വേണ്ടത്ര രീതിയിലുള്ള ഒരു കവറേജ് എന്തിന് കിട്ടുന്നു? ഇൻഡിഗോ റിവോൾട്ടിന് കിട്ടുന്നു. അത്ര കണ്ട് കവറേജ് കിട്ടിയത് കൊണ്ട് തന്നെ റിവോൾട്ടിനെ എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുകയും അതിനുശേഷം അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ വെക്കുന്നു. കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? WS സെറ്റൻകാർ. അതിനുശേഷം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇൻഡിഗോ ആക്ട് ഓഫ് 1862 നിലവിൽ വരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു ചരിത്രത്തിലെ ഒരു സംഭവത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർ ഡയമെൻഷൻസ് തിരിച്ച് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. 1857 ശേഷം നടന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സമരമാണ് നമ്മൾ കണ്ടത്, ഇൻഡിഗോ റിവോൾട്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാബ്ന റിവോൾട്ടിനെ പറ്റിയിട്ടാണ്. പാബ്ന റിവോൾട്ട് നടന്നിട്ടുള്ള ഒരു കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. 1870 മുതൽ 1880 വരെയുള്ള ഒരു പതിറ്റാണ്ട് കാലത്തോളം നീണ്ടു നിന്നിരുന്ന ബംഗാളിലെ യൂസഫ് ഷാഹി പർഗണയ്ക്കകത്താണ് ഈ സമരം നടക്കുന്നത്. അവിടുത്തെ ജമീന്ദാരികൾക്ക്, ജന്മി സമ്പ്രദായത്തിനെതിരെയാണ് ഈ സമരം നടത്തുന്നത്. അനധികൃതമായിട്ട് കർഷകരുടെ കയ്യിൽ നിന്നും നികുതി ഈടാക്കുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ സമരം എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് ആരാണ്? ഇഷാൻ ചന്ദ്ര റോയിയാണ് ഇതിന്റെ ലീഡറായിട്ട് പറയുന്നത്. അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബിദ്രോഹി രാജ, റിബൽ കിങ് എന്ന് ബ്രിട്ടീഷുകാരെ വിളിച്ചിരുന്ന വ്യക്തിയാണ് ആര്? ഇഷാൻ ചന്ദ്ര റോയ് എന്ന് പറയുന്നത്.
അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് ബിദ്രോഹി രാജ അഥവാ റിബൽ കിങ് എന്നുള്ള പേരിൽ. ഈ സമരത്തിന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ബംഗാളി ഇന്റലക്ച്വൽസിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും RC ദത്തും ഇന്ത്യൻ അസോസിയേഷൻ ലീഡ് ചെയ്തിരുന്ന സുരേന്ദ്രനാഥ് ബാനർജി എല്ലാം തന്നെ പാബ്ന റിവോൾട്ടിനെ വേണ്ടത്ര രീതിയിൽ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇത് പ്രധാനമായിട്ടും ഒരു ലീഗൽ റെസിസ്റ്റൻസ് ആയിരുന്നു. ഇൻഡിഗോ റിവോൾട്ടും അതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള റംഗ്പൂർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റംഗ്പൂർ അപ്രൈസിംഗ് ഒക്കെ കുറച്ച് വയലന്റ് നേച്ചർ ഉള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അതാണ് പാബ്ന റിവോൾട്ടിനെ വേറിട്ട് നിർത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പാബ്ന റിവോൾട്ട് ഒരു ലീഗൽ റെസിസ്റ്റൻസിന്റെ ഒരു ഉദാഹരണമായിരുന്നു. ലിറ്റിൽ വയലൻസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്ന നിയമമാണ് ബംഗാൾ ടെനൻസി ആക്ട് 1885. കുടിയടപ്പുകാരെ കുടിയേറ്റ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ തോന്നിയ പോലെ പുറത്ത് അവരുടെ ഭൂമിയിൽ നിന്നും പുറത്താക്കാൻ പറ്റില്ല, അവർക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള നിയമമാണ് ബംഗാൾ ടെനൻസി ആക്ട് 1885 എന്ന് പറയുന്നത്. അപ്പോൾ പാബ്ന റിവോൾട്ടിനെ പറ്റി പഠിക്കുമ്പോൾ 1870 മുതൽ 1880 കാലഘട്ടങ്ങളിൽ യൂസഫ് ഷാഹി പർഗണയിൽ, ബംഗാളിലെ യൂസഫ് ഷാഹി പർഗണയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു റിവോൾട്ടാണ് പാബ്ന റിവോൾട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം ജന്മി സമ്പ്രദായമായിരുന്നു. ജന്മി സമ്പ്രദായവും അവരുടെ നികുതി വ്യവസ്ഥയും അമിതമായിട്ടുള്ള നികുതി ഭാരവും അതിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, കർഷകർ സമരത്തിൽ ഏർപ്പെടുന്നത്. ഇഷാൻ ചന്ദ്ര റായ് എന്ന് പറയുന്ന അവരുടെ റൂളർ എന്ന് പറയുന്നത്, അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് ബിദ്രോഹി രാജ അഥവാ റിബൽ കിങ് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ബംഗാളി ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള RC ദത്ത്, അതുപോലെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയിലൂടെ സുരേന്ദ്രനാഥ് ബാനർജി എല്ലാം ഈ പറയുന്ന പാബ്ന റിവോൾട്ടിനെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇതിന് മുന്നേ നമ്മൾ പഠിച്ച റംഗ്പൂർ അപ്രൈസിംഗിൽ നിന്നും അതുപോലെ തന്നെ ഇൻഡിഗ റിവോൾട്ടിൽ നിന്നും ഇതിനെ വേറിട്ട് നിർത്തുന്നത് പാബ്ന റിവോൾട്ട് എന്ന് പറയുന്നത് ലെസ് വയലൻസ് ഉള്ള ലീഗൽ റെസിസ്റ്റൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇതിന്റെ ആഫ്റ്റർ മാത്ത്, ഈ സമരം നടന്നതിന്റെ ഭാഗമായിട്ട് ഈ സമരത്തിനെയൊക്കെ അടിച്ചമർത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാർ എന്ത് കൊണ്ടുവരുന്നു, ബംഗാൾ ടെനൻസി ആക്ട് 1885 കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 റിവോൾട്ടുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത റിവോൾട്ടിലേക്ക് കിടക്കുന്നു. അടുത്ത റിവോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡെക്കാൻ റൈറ്റ് ആണ്. ഡെക്കാൻ റൈറ്റ് നടന്ന വർഷം 1875 നടന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡെക്കാൻ ഏരിയ, പേരിൽ നിന്ന് തന്നെ കിട്ടും. അവിടെ നടന്നിരുന്ന ഹെവി ടാക്സേഷൻ ആണ് ഇതിന്റെ പ്രധാന കാരണം. കർഷകരുടെ മുകളിൽ ഉണ്ടായിട്ടുള്ള അമിതമായ നികുതി. വാണീസ് ആൻഡ് കുൻബീസ് എന്ന് പറയുന്ന 2 പേരുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. വാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യം നടത്തുന്നവൻ, മണി ലെൻഡേഴ്സ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. കുൻബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കുന്ന ആൾ, കർഷകർ. അപ്പൊ ഇവർ തമ്മിലുള്ള തർക്കമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഡെക്കാൻ റൈറ്റിലേക്ക് നയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ കാരണമാണ് 1875 ഡെക്കാൻ റൈറ്റിന് തുടക്കം കുറിക്കാൻ കാരണം അമേരിക്കൻ സിവിൽ വാർ. 1864 അമേരിക്കൻ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യുന്നതും അതിനുശേഷം എന്ത് ചെയ്യുന്നു, ബ്രിട്ടൻ കോട്ടൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ കോട്ടൺ എക്സ്പോർട്ട് ചെയ്യുന്നതിന് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നു. സിവിൽ വാർ കഴിഞ്ഞപ്പോൾ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷന് വേണ്ടി ഇന്ത്യയിൽ കടമെടുത്ത് കൃഷി ചെയ്തിട്ടുള്ള കർഷകരൊക്കെ എന്ത് ചെയ്യുന്നു, വഴിയാധാരമാവുന്നു. അവരുടെ ഭൂമിയെല്ലാം വാണീസ് അഥവാ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യുന്നു, പിടിച്ചു കെട്ടുന്നു. അപ്പൊ അതിനെതിരെയാണ് ഈ സമരം നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടൊരു വ്യക്തിയെ പോയിന്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. വ്യക്തികൾ ഒരുപാടുണ്ട്, പക്ഷെ ഒരു സംഘടന ഡെക്കാൻ റൈറ്റിന് നേതൃത്വം കൊടുത്തിരുന്നു. അത് അന്നത്തെ പൂന സാർവജനിക് സഭ. നമ്മൾ ഇന്ത്യൻ റിനൈസൻസ് പഠിച്ച സമയത്ത് MG റാണയുടെ നേതൃത്വത്തിലൊക്കെ ഫോം ചെയ്തിട്ടുള്ള പൂന സാർവജനിക് സഭയെ പറ്റി പഠിച്ചതാണ്. അപ്പോൾ ആ സംഘടന എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡെക്കാൻ റൈറ്റിനെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, 1874 ഈ റൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ സോഷ്യൽ ബോയ്ക്കോട്ടിംഗ് ആണ് ഉദ്ദേശിച്ചിരുന്നത്. സോഷ്യൽ ബോയ്ക്കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരായിട്ട് യാതൊരു രീതിയിലും ജന്മിമാരായിട്ട് സഹകരിക്കാതെ മുന്നോട്ട് സമരം കൊണ്ടുപോകുന്നു. സമരം പൂനെയിലും അഹമ്മദ് നഗറിലും ഷോലാപൂറിലും സത്താരിലൊക്കെ പടർന്നു പിടിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1879 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, താൽക്കാലികമായിട്ട് സമരത്തെ ഒന്ന് ശാന്തമാക്കുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ ഡെക്കാൻ റൈറ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, അമേരിക്കൻ സിവിൽ വാർ കാരണം 1874 ഡെക്കാൻ ഏരിയ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഒരു സമരമാണ്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അമിതമായ നികുതി ഭാരം കർഷകരുടെ മുകളിൽ ചുമത്തുന്നതാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഒരു സംഘടന എന്ന് പറയുന്നത് പൂനെ സാർവജനിക് സഭയാണ്. ഇതിന്റെ കാരണം അല്ലെങ്കിൽ ഇതിന്റെ ഒരു രീതി, സമര രീതി എന്ന് പറയുന്നത് ബോയ്ക്കോട്ടിംഗ്, സോഷ്യൽ ബോയ്ക്കോട്ടിംഗ് ഓഫ് മണി ലെൻഡേഴ്സ്. ജന്മികളെയും പലിശയ്ക്ക് പൈസ കടം കൊടുത്തിരുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നു, സോഷ്യലി ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. പൂനെ, അഹമ്മദ് നഗർ, ഷോലാപൂർ, സത്താര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ സമരം പടർന്നു പിടിച്ചിരുന്നത്. ഇതിന്റെ റിലീഫായിട്ട് അല്ലെങ്കിൽ കർഷകർക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1879 ബ്രിട്ടീഷുകാർ ഒരു നിയമം പാസ്സാക്കിയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡെക്കാൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെക്കാൻ റൈറ്റ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു റിവോൾട്ട് കൂടാണ് രാമോസി മൂവ്മെന്റ് എന്ന് പറയുന്നത്.
റാമോസി മൂവ്മെന്റ് നടക്കുന്ന വർഷം 1879 ഡെക്കാൻ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ, എന്ന് പറഞ്ഞാൽ ഡെക്കാൻ റൈറ്റ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വേണം നിങ്ങൾ റാമോസി മൂവ്മെന്റിനെ കാണാനായിട്ട്. ഈ റാമോസി മൂവ്മെന്റ് എന്ന് പറയുമ്പം ഇവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. റാമോസി ട്രൈബൽ അപ്രൈസിങ്സ് വേറെയുണ്ട്. ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 1822കളിൽ നടക്കുന്ന അല്ലെങ്കിൽ 20കളിൽ നടക്കുന്ന റാമോസി അപ്രൈസിങ്സ് അത് വേറെയുണ്ട്. ഇത് റാമോസി പെസൻ മൂവ്മെന്റ്, റാമോസി കർഷക പ്രസ്ഥാനമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ കർഷക പ്രക്ഷോഭമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇത് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർ ആന്റി ഫെമൈൻ മെഷേഴ്സ് നടത്താത്തതിന്റെ പുറത്ത് അവിടെ ഉണ്ടായിരുന്ന കർഷകർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ റിവോൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയാണ് ദൗലത് റാവു നായിക്. എന്നാൽ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തി നിങ്ങൾക്ക് പൊതുവെ എക്സാമിനേഷനിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ഒരു പേരാണ് വസുദേവ് ബൽവന്ത് ഫഡ്കെ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ പറയുന്ന റിവോൾട്ടിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വസുദേവ് ബൽവന്ത് ഫഡ്കെയാണ്. അപ്പൊ പേരുകൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. മറ്റൊരു പേരാണ് കൃഷ്ണ സാബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പേരാണ് ഈ പറയുന്ന റാമോസി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികൾ. ആ കാലഘട്ടത്തിലെ ഡെക്കാനിൽ ഉണ്ടായിരുന്ന ഫാമൈൻ മെഷേഴ്സ് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി അതിനെ തടയാനായിട്ട് ബ്രിട്ടീഷുകാരൊന്നും ഇടപെട്ടില്ല എന്നുള്ളതാണ് കർഷകർ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നയിക്കാനായിട്ട് കാരണമായത്. റിവോൾട്ട് സപ്രസ് ചെയ്തതിന് ശേഷം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് പാസ്സാക്കുന്നു. അത് ഡെക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഡെക്കാൻ റൈറ്റ്സിനും ഈ പറഞ്ഞ റാമോസി മൂവ്മെന്റിനും എല്ലാത്തിനും വേണ്ടിയിട്ട് തടയിടാനായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുള്ള ഒരു നിയമമാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ ടു എക്സ്റ്റെൻഡ് ദ പ്രൊട്ടക്ഷൻ ടു ദം അഗെയിൻസ്റ്റ് ദ മണി ലെൻഡേഴ്സ്, നേരത്തെ പറഞ്ഞ വാണികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കുൻബീസ് അഥവാ കർഷകർക്ക് എന്ത് കിട്ടുന്നു, പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിൽ 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ബ്രിട്ടീഷുകാർ പാസ്സാക്കിയെടുക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 1857 ശേഷമുള്ള എന്നാൽ കോൺഗ്രസ് രൂപീകരണത്തിന് മുന്നേ നടന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്. 1885 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബോംബെയിൽ വെച്ച് ഫോം ചെയ്യുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് മറ്റൊരു മുഖച്ഛായയാണ് ഉള്ളത്. കാരണം അതിനെ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർഷക സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടു, കർഷകർ കൂടുതൽ സംഘടിതരായി എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്, പ്രക്ഷോഭങ്ങളെക്കാൾ ഉപരിയായിട്ട് അവിടെ ഇത്തരത്തിലുള്ള സംഘടനകൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഞാൻ നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. കാരണം ഈ ഒരു മൂവ്മെന്റ്സ് നടക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരു ദേശീയ വികാരം കർഷകരുടെ ഉള്ളിലും വന്നു. കർഷക സമരങ്ങളെ, കർഷക പ്രക്ഷോഭങ്ങളെ പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാൻ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കാനായിട്ട് അന്നത്തെ നേതാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗാന്ധി ഇടപെട്ടിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹം. ഇൻഡിഗോ കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻഡിഗോ റിവോൾട്ടിന്റെ സെയിം കൺസെപ്റ്റ് അടങ്ങുന്നതാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. കേദ സത്യാഗ്രഹ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അപ്പോൾ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഇടപെടാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഫോം ചെയ്യപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഒരു കർഷക സംഘടനയാണ് UP കിസാൻ സഭ എന്ന് പറയുന്നത്. 1918 കർഷകരെ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ നോക്കി വെക്കുക. ഗൗരി ശങ്കർ മിശ്ര ആൻഡ് ഇന്ദിര നാരായൺ ദ്വിവേദി ആൻഡ് അതർ പ്രോമിനന്റ് ലീഡേഴ്സ് എന്ന് പറയുന്ന ആരാണ്, ജിൻഗുരി സിംഗ് ആൻഡ് ദുർഗാപാൽ സിംഗ് ആൻഡ് ബാബ രാംചന്ദ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ ഈ വ്യക്തികൾ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് UP കിസാൻ സഭ എന്ന് പറയുന്നത്. ഇതിനകത്ത് മദൻ മോഹൻ മാലവിയുടെ എന്തുണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബൈ ജൂൺ 1919 1918 രൂപീകരിച്ച് ജൂൺ 1919 ആകുമ്പോഴേക്കും ഏകദേശം 450 ബ്രാഞ്ചുകളാണ് UP കിസാൻ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കർഷകരെ സംഘടിതരാക്കുക എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടെ ഫോം ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ് UP കിസാൻ സഭ. അപ്പോൾ ഇതൊരു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു റിവോൾട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല, മൂവ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഒരു വിപ്ലവം എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്കല്ല ഇത് വരുന്നത്. കാരണം ഇത് കർഷകരെ സംഘടിപ്പിക്കുക. അപ്പോൾ കർഷകർക്കൊരു പ്രശ്നം വന്നാൽ ഇത്തരത്തിലുള്ള സംഘടനകൾ മുന്നിലുണ്ടായിരിക്കും, അതിന് നേതൃത്വം ഉണ്ടായിരിക്കും. ആ കർഷക സംഘടനകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു. മറ്റൊരു ഒറ്റപ്പെട്ട സമരങ്ങളായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇനി ഇതിൽ മറ്റൊരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഏക മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഏക മൂവ്മെന്റ് 1921 UP കേന്ദ്രീകരിച്ച് തന്നെ, ഇന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസസ് ആണ് ഇന്നത്തെ UP എന്ന് പറയുന്നത്. ഇപ്പോൾ UP കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് കാരണമായത് മറ്റൊന്നുമല്ല, ആ സമയത്ത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള സ്പാനിഷ് ഫ്ലൂ, അതുപോലെ തന്നെ 6 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഡ്രൗട്ട്, പ്രൈസ് റൈസ്, ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു കാലഘട്ടമാണിത്. ഫുഡിന്റെ ഷോർട്ടേജ് വരുന്നു, അതുപോലെ തന്നെ ഇന്ധനം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത് കർഷകർ എന്ത് ചെയ്യുന്നു, കർഷകരാകപ്പാടെ ഈ പറയുന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്.
അവിടെ അവരുടെ ലീഡറായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മദാരി പാസി എന്ന് പറയുന്നത്. മദാരി പാസി 921 ഈ ഏക മൂവ്മെന്റ്, 921 മാപ്പിള കലാപം തുടങ്ങിയവയൊക്കെ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് കൂട്ടിച്ചേർത്ത് വേണം വായിക്കാനായിട്ട്. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയൊരു മൂവ്മെന്റിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നടക്കുന്നുണ്ട്, അതേസമയം ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്നുണ്ട് അതേസമയം. അപ്പോൾ ഈ ഒരു സമയത്തിന് ഞാൻ ഓൾറെഡി നമ്മുടെ ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇന്ത്യയിൽ അത്ര കണ്ട് ഐക്യമുള്ള ഒരു സമരം വേറെ നടന്നിട്ടില്ല. നിങ്ങൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എടുത്താലോ, അതിനുശേഷം നടന്നിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരം എടുത്താലോ, ഇതിന് മുന്നേ നടന്നിട്ടുള്ള സ്വദേശി മൂവ്മെന്റ് എടുത്താലോ, ഇത്രമാത്രം ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉള്ള കർഷകര്, തൊഴിലാളികൾ, കുട്ടികൾ, സ്ത്രീകൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും തെരുവിൽ ഇറങ്ങിയിട്ടുള്ള, എല്ലാവർക്കും ഒരു ദേശീയ ബോധത്തോടുകൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള മറ്റൊരു സമരമില്ല. അപ്പൊ ആ സമരം ദേശീയ തലത്തിൽ നടക്കുമ്പോൾ നാട്ടിലെങ്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ കൊള്ളുന്ന സമയത്താണ് 921 ഇത്തരത്തിലൊരു ഏക മൂവ്മെന്റും അതുപോലെ തന്നെ മാപ്പിള കലാപമൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ വായിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സപ്പോർട്ട് ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിനൊക്കെ ആദ്യം ലഭിച്ചിരുന്നു. പിന്നീട് ഇത് വയലന്റ് ആയിട്ട് മാറുന്ന സമയത്താണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ചൗരി ചൗര ഇൻസിഡന്റിലാണ് എന്ത് ചെയ്യുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അവസാനിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ വയലന്റ് നേച്ചറിലേക്ക് വരുന്ന ഒരു സംഭവത്തെ അന്നത്തെ കോൺഗ്രസോ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനമോ യാതൊരു കാരണവശാലും എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. Okay. Because of the involvement of Congress and Khilafat campaigners, the movement was initially largely peaceful and worked within the framework of Gandhian ideology. എന്നാൽ പിന്നീട് ഈ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നു, വയലൻസിലേക്ക് പോകുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് പയ്യെ കുറയുന്നു. 922 നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ഈ മൂവ്മെന്റുകളും കെട്ടടഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏക മൂവ്മെന്റ് എന്ന് പറയുന്നത് 921 യു പിയിൽ തുടങ്ങിയതാണ്. പ്രധാന കാരണം അന്നത്തെ കർഷകർ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ പോളിസീസ്. അത് കർഷകരോടുള്ള നയമായിരിക്കാം, സാമ്പത്തിക നയമായിരിക്കാം, ഭൂനികുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ബേസിക്കലി ഈ പറഞ്ഞ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് കർഷകർ എന്ത് ചെയ്യുന്നത്, പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ജന്മിമാരോടുള്ള ദേഷ്യം, ബ്രിട്ടീഷുകാരോടുള്ള ദേഷ്യം, അങ്ങനെ മൊത്തത്തിലുള്ള ദേഷ്യങ്ങളെല്ലാം തന്നെ അവർ പ്രക്ഷോഭങ്ങളായിട്ട് വരുന്നു. അപ്പോൾ ഇവിടുത്തെ ലീഡർ മദാരി പാസി. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെയും ഖിലാഫത്തിന്റെയും ആ ഒരു പാരലായിട്ട് സമാന്തരമായിട്ട് നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭം കൂടെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത് ബർദോളി സത്യാഗ്രഹമാണ്. ബർദോളി സത്യാഗ്രഹം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ടൈറ്റിൽ കിട്ടിയത് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ്. 928 വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. ഇതിന് കാരണം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെ, മാറ്റമൊന്നുമില്ല. 22% ടാക്സ് വർധനവ് ഉണ്ടാവുന്നു. എവിടെ? ബോംബെ പ്രസിഡൻസിയിൽ. അത് എന്താണ്, ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ഫമൈൻ ആൻഡ് ഫ്ലഡ്. അപ്പോൾ വരൾച്ചയും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള സംഭവങ്ങളും പട്ടിണിയും ദാരിദ്ര്യമൊക്കെ കിടക്കുന്ന ജനങ്ങളുടെ മുകളിൽ 22% നികുതി കൂടെ, അധിക നികുതി കൂടെ ചുമത്താൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറെടുക്കുന്ന സമയത്ത് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെങ്കിൽ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ 928 കർഷകരെ സംഘടിപ്പിക്കുന്നു. വല്ലഭായ് പട്ടേൽ ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബിളി ഇതെന്താണ്, പീസ്ഫുൾ ആയിട്ടുള്ള സമരമാണ് കൂടുതൽ സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളത്. ഇൻസിഡൻസ്, അല്ലാത്ത ഇൻസിഡൻസ് സംഭവിക്കാം, എന്നിരുന്നാലും ഇതിന് ഒരു നോൺ വയലന്റ് നേച്ചർ ഉള്ളതായിരുന്നു. ബർദോളി സത്യാഗ്രഹ പത്രിക വാസ് എ ഡെയിലി ന്യൂസ് പേപ്പർ പബ്ലിഷ് ഡ്യൂറിംഗ് ദ സത്യാഗ്രഹ. പട്ടേൽ റിസീവ്ഡ് ദ ടൈറ്റിൽ സർദാർ. സർദാർ എന്ന് പറയുന്ന ടൈറ്റിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ഈ പറയുന്ന സമരത്തിലാണ്. അപ്പോൾ 928 ബർദോളി സത്യാഗ്രഹ നിങ്ങൾ ഓർത്തിരിക്കുക. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് സർദാർ എന്ന പേര് കിട്ടിയത് അവിടെയാണ്. ടാക്സ് വർധനവാണ് ഈ സമരത്തിന് കാരണമായിട്ട് മാറിയത്. ഓക്കെ, ഇനി 936 ഓൾ ഇന്ത്യ കിസാൻ സഭ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 936 എന്ന് പറയുമ്പോഴേക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് എന്ത് ചെയ്യുന്നു, യുവാക്കളായിട്ടുള്ള നമ്മുടെ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും എന്ത് ചെയ്യുന്നു, മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നു. അവരാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്നതാണ് 37 ഫൈസ്പൂർ സെഷൻ, 38 39 ഹരിപുര ത്രിപുരി സെഷൻസ്, 929 ലാഹോർ സെഷനൊക്കെ നടന്ന് കഴിഞ്ഞതിന് ശേഷം മുഖ്യധാരയിലേക്ക് യുവതലമുറയിലെ, അന്നത്തെ കോൺഗ്രസിന്റെ യുവതലമുറയിലെ നേതാക്കന്മാർ കടന്നു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓൾ ഇന്ത്യ കിസാൻ സഭയിൽ എന്ത് ചെയ്യുന്നു, കോൺഗ്രസിന്റെ ഒരു അജണ്ട തന്നെ ഇതായിട്ട് മാറുന്നു, കർഷകരെ സംഘടിപ്പിക്കുക എന്നുള്ളത്. അതിന്റെ പോരായ്മകളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, കോൺഗ്രസിൽ നിന്നും വിട്ടുമാറി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിനും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിനൊക്കെ സാഹചര്യങ്ങൾ ഈ പറയുന്ന ഐഡിയോളജിക്കൽ ഡിഫറൻസിന്റെ പുറത്താണ് അത് വരുന്നത്. കർഷകരെ സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി 936 അത് ഫോം ചെയ്യുന്നത്. സ്വാമി സഹജാനന്ദ സരസ്വതിയാണ് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. NG രംഗയാണ് അതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വ്യക്തിയാണ് ഈ NG രംഗ എന്ന് പറയുന്നത്. സ്വാമി സഹജാനന്ദ സരസ്വതി ആദ്യത്തെ അധ്യക്ഷനും
NG രംഗ ആദ്യത്തെ സെക്രട്ടറിയുമായിട്ട് വരുന്നു. ഇത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിന്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ്? ലക്നൌവിൽ വെച്ച് നടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനിലാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ ഫോം ചെയ്യുന്നത്. കിസാൻ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞുകൊണ്ട് അബോളിഷൻ ഓഫ് ജമീന്ദാരി ആൻഡ് ഒക്യുപ്പൻസി റൈറ്റ്സ് ഓഫ് ഓൾ ടെനൻസ് അതിനുവേണ്ടി വാദിക്കുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ കിസാൻ സഭ എന്ന് പറയുന്ന പ്രക്ഷോഭത്തിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രക്ഷോഭം എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു മൂവ്മെന്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അതിനുശേഷം നടക്കുന്ന രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള 2 റിവോൾട്ടുകൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് തേബാഗ മൂവ്മെന്റ്. തേബാഗ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബംഗാളിൽ വെച്ചിട്ടാണ് തേബാഗ മൂവ്മെന്റ് നടക്കുന്നത്. ഇറ്റ് വാസ് ദ ഷെയർ ക്രോപ്പേഴ്സ് മൂവ്മെന്റ് ദാറ്റ് ഡിമാൻഡഡ് 2/3 ഓഫ് ദ ലാൻഡ്സ് പ്രൊഡ്യൂസ് ഫോർ ദംസെൽവ്സ് ആൻഡ് 1/3 ഫോർ ലാൻഡ് ലോർഡ്സ്. അപ്പോൾ തേബാഗ ആ പേരിൽ നിന്ന് കിട്ടുന്ന പോലെ 2/3 ഭാഗം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ്റെ 2/3 ഭാഗം കൃഷി ചെയ്യുന്നവനും 1/3 ഭാഗം ലാൻഡ് ഓണർ ജന്മിക്കും കൊടുക്കണം എന്നുള്ള വാദം ഉന്നയിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡേഴ്സാണ്. ബംഗാൾ പ്രൊവിൻഷ്യൽ കർഷക സഭ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. തേബാഗ ലിറ്ററലി മീൻസ് 3 shares ഓഫ് ദ ഹാർവെസ്റ്റ്. ട്രഡീഷണലി സാധാരണഗതിയിൽ ഷെയർ കോപ്പേഴ്സ് അഥവാ ഈ പറയുന്ന പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ എന്ത് ചെയ്യുന്നു, പകുതി ആണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. പകുതി ആര് കൊണ്ടുപോവാണ്? ജന്മിക്ക് കൊണ്ടുപോവാണ്. അപ്പം ഒരു പണിയെടുക്കാത്ത ജന്മി എന്ത് ചെയ്യുന്നു, പകുതി പൈസ അയാൾ എന്ത് ചെയ്യുന്നു, അയാളെ പ്രോഫിറ്റ് ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിന് പകരം 2/3 ഞങ്ങൾക്ക് വേണമെന്നും 1/3 ജന്മിക്ക് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള മൂവ്മെന്റ് ആണ് തേബാഗ മൂവ്മെന്റ്. ബംഗാളിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ സമയത്ത് ഷെയർ ക്രോപ്പേഴ്സ് were referred to as ബാർഗഡ്ദാസ്, അഡിയാർ തുടങ്ങിയ പേരുകളിലേക്കാണ് ഈ പറഞ്ഞ ഷെയർ കോപ്പേഴ്സ് ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത്. ഇതേ സമയത്ത് തന്നെ 1946 തന്നെ തെലങ്കാനയിൽ വെച്ച് അല്ലെങ്കിൽ ഹൈദരാബാദിൽ ഉണ്ടായിട്ടുള്ള മൂവ്മെന്റ് ആണ് തെലങ്കാന മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ആർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു? ദേശ്മുഖുകൾ, അതുപോലെ തന്നെ ജാഗീർദാർ, അതുപോലെ തന്നെ ദോറ അല്ലെ ആ സമയത്തെ ലാൻഡ് ലോഡുകൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആണ്. ഹൈദരാബാദിലാണ് നടക്കുന്നത്. ഇപ്പൊ ഈ ഹൈദരാബാദിന് ഒരു പ്രശ്നമുണ്ട്. 1946 നമ്മൾ എത്തി. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാവുന്ന സമയത്ത് ഇന്ത്യയോട് കൂടെ ചേരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു നിന്നിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ഒരു മുഖ്യ പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു എന്ത്? ഹൈദരാബാദ്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് അവിടുത്തെ നിസാം ഓഫ് ഹൈദരാബാദ് എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ കൂടെ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് കട്ടായം പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ തെലങ്കാന മൂവ്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവേശിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്സും അതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ കേഡേഴ്സാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. 46 മുതൽ 48 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന തെലങ്കാന മൂവ്മെന്റ് അവിടെ ഈ പറയുന്ന കാട്ടുതീ പോലെ സ്പ്രെഡ് ആവുന്നു. അവർ പാരലായിട്ട് സമാന്തര സർക്കാരുകൾ, സ്വയം ഭരണാവകാശമുള്ള ഗ്രാമങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അവിടെ ഈ പറയുന്ന പോലെ, അതായത് കംപ്ലീറ്റ്ലി ഈ നിസാമിന്റെ പിടിയിൽ നിന്നും അവർ വിട്ടുകൊണ്ട് അതിൽ നിന്നും മോചനം ലഭിച്ചിട്ടുള്ള ഗ്രാമങ്ങൾ അവർ ഫോം ചെയ്യുന്നു. പാരലൽ ഗവൺമെന്റുകൾ അവിടെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി, ഹൈദരാബാദിനെ കൂട്ടിച്ചേർത്തപ്പോൾ, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കിയപ്പോൾ ഇന്ത്യൻ ആർമി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, തെലങ്കാന പ്രസ്ഥാനത്തിനെ അവർ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. കാരണം VP മേനോൻ എന്ന് പറയുന്ന വ്യക്തി, VP മേനോൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അമേരിക്കൻ ഗവൺമെന്റിന്റെ വാഗ്ദാനം കൊടുത്തു എന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഈ USSRും US തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലുള്ള സംഭവങ്ങളൊന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള അമേരിക്കയുമായിട്ടുള്ള ഒരു ഉറപ്പിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയതായിട്ടാണ് നമുക്ക് തെലങ്കാന മൂവ്മെന്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെയാണ് നമുക്ക് ഈ കർഷക സമരങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. 11ഓളം വരുന്ന കർഷക സമരങ്ങൾ നിങ്ങൾ ഈ ക്ലാസ്സിനകത്ത് കണ്ടു കഴിഞ്ഞു. ഇതിനകത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഓൾറെഡി കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗം പൊതുവിൽ കുട്ടികൾ പഠിക്കാൻ മടി കാണിക്കുന്ന ഒരു ഭാഗമാണ്. പഠിക്കാൻ മടി കാണിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സോഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, എത്ര പോയിന്റ്സ് വെച്ചിട്ട് ഓരോ റിവോൾട്ടിൽ നിന്നും പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ഏറ്റവും മിനിമലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊന്ന് നോക്കിയേ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡിഡ് ദ കിസാൻ സഭ മൂവ്മെന്റ് സ്റ്റാർട്ടഡ്? കിസാൻ സഭ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ഏറ്റവും ആദ്യം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബീഹാറിൽ നിന്നാണ്. മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് RRB. ഇനി ഹു റോട്ട് ദ ബുക്ക് നീൽ ദർപ്പൺ? നീൽ ദർപ്പൺ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? ദീനബന്ധു മിത്ര. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത ചോദ്യം, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ കിസാൻ സഭ? ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്. ആരാണ്? സ്വാമി സഹജാനന്ദ സരസ്വതി. ഹു among the following was the chairman of ഇൻഡിഗോ കമ്മീഷൻ? ഇൻഡിഗോ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്ന ആരാണ്?
WS സെറ്റൻകാർ ആണ് ഇൻഡിഗോ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത്. ഇനി റിവോൾട്ട് സ്റ്റാർട്ടഡ് ഇൻ ബംഗാൾ ഇൻ 1859-60 ഡ്യൂ ടു ദ കൾട്ടിവേഷൻ ഓഫ് ഏതാണ് ഇൻഡിഗോ കൾട്ടിവേഷൻ ആണ് അവിടെ 1859-60 ബംഗാളിലെ ഒരു റിവോൾട്ടിലേക്ക് നയിച്ചത് അല്ലേ. ഇനി 1928 ബർദോളി സത്യാഗ്രഹയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരെന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ. Who among the following was the first general secretary of All India Kisan Sabha? All India Kisan സഭയുടെ ഏറ്റവും ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? NG രംഗയാണ് ഏറ്റവും ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.